കിച്ചു തന്നെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞതിൻ്റെ വിഷമത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി രേണുസുതി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷമം മറികടന്ന് തൻ്റെ തിരക്കുകളിലേക്ക് രേണുസുതി തിരിഞ്ഞു. ഇപ്പോഴിതാ കിച്ചുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രേണു. ഒരു വ്യക്തി മാറി സംസാരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ചെയ്യും? പിന്നെ അവരെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ അവനെ വിളിച്ചിട്ടില്ല. അവൻ്റെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാറുണ്ട്, കമൻ്റ് ഇടാറില്ല. എൻ്റെ വീട്ടുകാർ 100 തവണ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തതുമില്ല. ഞാൻ വിളിച്ചാലും എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനായിട്ട് ആരോടും പിണങ്ങിയിട്ടുമില്ല. ഇന്നും കിച്ചു അമ്മയെന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളി കേൾക്കാനുള്ള മനസ്സ് എനിക്കുണ്ട്. ഞാൻ അങ്ങനെയൊരു വ്യക്തിയാണെന്ന് രേണു പറയുകയാണ്. കിച്ചുവിൻ്റെ മൂന്നാനമ്മയാണ് ഞാൻ. എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരിക്കലും മക്കളെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടുമില്ല. പ്രായപൂർത്തിയായ കുട്ടിയായതിനാൽ അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെയെന്ന് രേണുസുതി പറഞ്ഞു.